കരിമ്പുഴ കാഞ്ഞിരായിക്കടവിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്ന ജലബന്ധാര നിർമ്മാണം തടയാനുള്ള കരിമ്പുഴ പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ നീക്കം ഉപേക്ഷിക്കണമെന്ന് CPIM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി. ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി പഞ്ചായത്ത് പ്രദേശത്തെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയെയാണ് ഇല്ലാതാക്കുന്നതെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. മേജർ ജലസംരക്ഷണ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി 3.74 കോടി രൂപയാണ് പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത്. ഫണ്ട് പൂർണ്ണമായും മൈനർ ഇറിഗേഷൻ ഡിവിഷന് കൈമാറി. കുന്തിപ്പുഴയ്ക്ക് കുറുകെ 76.5 മീറ്റർ നീളത്തിൽ പരമാവധി 2 മീറ്റർ ഉയരത്തിലാണ് തടയണ നിർമ്മിക്കുന്നത്. 25 പില്ലറുകളും 24 എടുത്തുമാറ്റാനാവുന്ന ഷട്ടറുകളുമുണ്ട്. ആയതിനാൽ സമീപത്തെ കൃഷിസ്ഥലത്ത് വെള്ളം കയറുമെന്നത് അടിസ്ഥാനരഹിതമാണ്. പഞ്ചായത്തിലെ 4, 5, 6, 12, 13, 14 വാർഡുകളിലെ ജനങ്ങൾക്കും വിവിധ പാടശേഖരങ്ങളിലേക്കും തടയണയുടെ ഗുണം ലഭിക്കും. തടയണ വേനൽക്കാലത്തെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ AK ഷീലാദേവി അഭിപ്രായപ്പെട്ടു. കാഞ്ഞിരായിക്കടവ് ജലബന്ധാര പറയുന്നത് സാധാരണ വെറും ഒരു തടയണ അല്ല, അതൊരു ഗോവൻ മാതൃകയിലുള്ള തടയണയാണ്. അതിന് അവിടെ ഏകദേശമല്ല 24 പില്ലറും 25 ഷട്ടറും ഉള്ള ഒരു തടയണയാണത്. ഏകദേശം ഒരു 75 മീറ്ററോളം വീതിയിലുള്ള സ്ഥലത്താണ് ഈ പില്ലറുകളും അതിൻ്റെ ഷട്ടറുകളും വരുന്നത്. അവിടുത്തെ പാടശേഖരങ്ങളിലേക്ക് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് വെള്ളം കയറി കൃഷി നശിക്കുന്ന യാതൊരു സാഹചര്യവും ഉണ്ടാവില്ല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പഠനം നടത്തിയിട്ടാണ് ഈ തടയണ വന്നിട്ടുള്ളത്. ഇപ്പോൾ 5 വർഷം ശ്രീധരൻ മാഷ് കഴിഞ്ഞൊരു 5 വർഷക്കാലം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അത് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയർമാർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരു നല്ല പരിശ്രമം നടത്തിയിട്ടാണ് അങ്ങനൊരു പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പുഴയിൽ 2 മീറ്റർ ഉയരത്തിലാണ് വേനൽക്കാലത്ത് പരമാവധി വെള്ളം സംഭരിക്കുക. പരാതിക്കാരുടെ സ്ഥലത്ത് നിന്ന് 2 മീറ്റർ താഴെയാണ് പുഴയിലെ ജലനിരപ്പ് വരിക. മഴക്കാലത്ത് പരാതിക്കാരുടെ കൃഷിസ്ഥലത്ത് 1.25 മീറ്റർ ഉയരത്തിൽ വെള്ളം ഒഴുകി പോകാറുണ്ട്. കൃഷിയിടങ്ങൾക്ക് സംരക്ഷണമായി പുഴയുടെ ഇരുവശത്തും 100 മീറ്റർ നീളത്തിൽ 2 മീറ്റർ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. ജനങ്ങളെ ഇക്കാര്യങ്ങൾ അറിയിക്കാനും സംശയങ്ങൾ തീർക്കുവാനുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കരിമ്പുഴ പഞ്ചായത്തിലും പദ്ധതി പ്രദേശത്തും നിരവധി യോഗങ്ങൾ നടന്നിരുന്നു. തടയണ നിർമ്മാണ ഉദ്ഘാടനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധികളും പങ്കെടുത്തിരുന്നു. പണി തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ സീസണിൽ നിർമ്മാണം പൂർത്തീകരിക്കാമായിരുന്നു. ഇതാണ് ഇപ്പോൾ പഞ്ചായത്ത് തടസ്സപ്പെടുത്തിയിട്ടുള്ളതെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ശ്രീധരൻ പറഞ്ഞു. തടയണ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് വിളിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങളെല്ലാവരും. നമ്മുടെ ഈ പ്രദേശത്ത് നിർമ്മിക്കുന്ന ആധുനിക രീതിയിലുള്ള ഒരു തടയണയാണ് കാഞ്ഞിരായി കടവിൽ നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഇതിനെ സംബന്ധിച്ചിട്ട് ആളുകൾക്ക് ആർക്കും ഒരു വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഗോവൻ മോഡൽ തടയണ എന്നൊക്കെ പറയുമ്പോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പഠന സംഘം ഗോവയിൽ സന്ദർശനമൊക്കെ നടത്തി ആ മാതൃകയിൽ നമ്മുടെ ഇവിടെയും ഒരു തടയണ നിർമ്മിക്കണം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹരിത കേരളം പദ്ധതിയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. 6-7 വർഷക്കാലമായിട്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെല്ലാം ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ആദ്യം ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ആയിരുന്നില്ല. 70 മീറ്റർ പുഴയ്ക്ക് കുറുകെയുള്ള തടയണ, അതൊരു 10 അടി ഹൈറ്റിൽ ഉള്ളൊരു തടയണയാണ് അവിടെ ഉദ്ദേശിച്ചിരുന്നത്. പഞ്ചായത്തിന്റെ ഈ തീരുമാനം ജനങ്ങൾക്കെതിരാണ്. ശക്തമായ പ്രതിഷേധവും വിയോജിപ്പും രേഖപ്പെടുത്തുന്നുവെന്നും സങ്കുചിതമായ കാര്യങ്ങൾ മാറ്റിവെച്ച് തടയണ യാഥാർത്ഥ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും CPIM ഏരിയ സെക്രട്ടറി K ജയദേവനും പറഞ്ഞു. മൈനർ ഇറിഗേഷനാണ് ഈ പണി നടത്തുന്നത്. അവരുടെ അക്കൗണ്ടിലേക്ക് ജില്ലാ പഞ്ചായത്ത് ഈ പണം കൈമാറിയതാണ്. ടെൻഡർ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതാണ്. പറഞ്ഞല്ലോ, വേണമെങ്കിൽ നാളെ പണി തുടങ്ങാം, നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ പണി പൂർത്തീകരിച്ചേനെ. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ ഈ പ്രദേശത്തിനാകെ കുടിവെള്ളത്തിനും
മറ്റ് ജലസേചനത്തിനും ഉൾപ്പെടെ വലിയ തോതിൽ സൗകര്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതിയെ ഏതോ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് UDF നേതൃത്വം കൊടുക്കുന്ന കരിമ്പുഴ ഭരണസമിതി, പഞ്ചായത്തിൻ്റെ ഭരണസമിതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും CPIM അത് അംഗീകരിക്കാൻ പോകുന്നില്ല. അവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. എത്രയും പെട്ടെന്ന് അവരുടെ കൂടി സഹായത്താൽ, പിന്തുണയാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, തടസ്സം നിൽക്കാതിരുന്നാൽ മാത്രം മതി. അല്ലാതെ അവർക്കതിൽ റോളൊന്നുമില്ല. അതല്ല, വീണ്ടും അവരിതുപോലെയുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ CPM തയ്യാറാകും എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. കരിമ്പുഴ LC സെക്രട്ടറി K. സുബ്രഹ്മണ്യനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.